ഓയേ കുഞ്ഞാപ്പോ ഇവിടെ വാ നടക്കാണ്ട് അങ്ങ് അങ്ങോട്ട് ചെന്നു. നടക്കാനൊന്നും വയ്യ. അതിൽ എന്നിട്ട് ചെന്ന് ഫസ്റ്റ് എന്നോട് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ മല അതിനെങ്ങനെ തല്ലണു സീനെ കൊടുത്തോക്കണോ. അല്ല അതൊരു നിലയിലെത്തുക, അതിന് ശേഷമാണല്ലോ ഈ ഗേൾ ഫ്രണ്ട്സ് സെറ്റ് ആക്കുന്നത്. ഓ ഷിക്കുവിന്റെ അടുത്ത് നേരെ സംസാരിക്കുമ്പോഴേ എനിക്കത് ആ കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ട്. കണ്ണിലല്ലേ ചില നേരത്തെ പൊട്ടിക്കാൻ ഫോൺ വിളിക്കുന്നു, വേറെ ആരോ ഫോൺ വിളിച്ചോണ്ട് നിൽക്കണ ഇടയിൽ ഞാൻ ഒച്ചവള ഇക്കേ നേരം കുസൃതിയാ ഉണ്ടല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉണ്ടാകുന്നില്ല, പിന്നെ ഒച്ചട അതിന്റെ ചെവിയ കൊട്ടി ഇങ്ങനെ വെള്ളം വന്നു. മമ്മൂക്കേന്റെ കൂടെ ഇരുന്ന് പപ്പുച്ചേട്ടൻ ഡയലോഗ് പറഞ്ഞു, ഇരുപുറം രണ്ടാളുകൾ വന്നിട്ട് എൻ്റെ രണ്ട് കൈയും ചവിട്ടിയുണ്ട് പിടിക്കും, അടിയും ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല മാഷേ, പക്ഷേ ഇയാളുടെ ചോദ്യം കേട്ടപ്പോ. പക്ഷെ നമ്മളിവിടെ കരിമിക്കാരെ നോക്കുകയാണെങ്കിൽ കോയൊക്കെ നല്ല പ്രായമുള്ള ഒരാളാ. പക്ഷെ നിങ്ങൾ എന്ത് യങ് മനുഷ്യനാണ്. അപ്പൊ അതിലൊരു വിഷമമുണ്ടോ, ഞാനൊരു അമ്മാവനായോ ക്യാരക്ടർ ആയാലും അങ്ങനെ. ഇന്നെ ഇഷ്ടപ്പെടുന്ന വേഷം അതാണ്. ജനങ്ങൾക്ക് കോയ വേണ്ടത്. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു നിങ്ങളെ പരിപാടികളൊക്കെ നിങ്ങൾ സ്പോട്ടിൽ ഉണ്ടാക്കുന്നതാണെന്ന്. ഞാൻ എനിക്കൊരു ചെറിയ ടാസ്ക് കൂടി തരാം. ടാസ്ക് നമ്പർ 3 ഇന്റർവ്യൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്പോട്ടിൽ ഒരു ചെറിയ കോണ്ടന്റ് നിങ്ങൾക്ക് ചെറിയ സാധനം ചെയ്യാൻ പറ്റും. ഞാനും വേണമെങ്കിൽ കൂടാ. കോയാക്ക, നമ്മളെ കുൽസു അമ്മായി എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഇന്ന് വെണ്ടയ്ക്ക് അരിയൊന്നും വാങ്ങണ്ട. ഉത്സവമായിയാണ് നിങ്ങൾ എന്റെ അടുത്ത് എന്റെ കുറ്റം പറയാ. അതാ അപ്പൊ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണ ഉന്നൊക്കെ പഴക്കാണല്ലോ കോയെ. ആണോ? അത് ശരി. ഞാൻ ഈ കണ്ണട തരാനായിട്ട് അങ്ങോട്ട് വന്നപ്പോ എന്റെ അടുത്ത് തന്നെ എന്റെ കുറ്റം പറയണല്ലേ. വിചാരിക്കണ്ട, കണ്ണട എടുക്കാൻ മറന്നതാണ്. അതാണ് ഈ കണ്ണടന്റെ പേരെന്താണോ, റോസ്കോ. ഈ കമ്പനിയുടെ കണ്ണട വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഏത് കണ്ണ് കാണാത്തവർക്കും കാണും. ഓ അങ്ങനെ കൊണ്ടുവന്നിട്ട് കണ്ണടയുടെ ബ്രാൻഡിങ്ങില് അതെ തിരിഞ്ഞു വരുന്ന ഒരു സ്വഭാവം ഉണ്ട്. അവിടെ വരുമ്പോ ഒരു അടി പറഞ്ഞിട്ടാണ് ഡയലോഗ് പറയാം, അതല്ലേ? എനിവേ അടിപൊളി. അപ്പം കുട്ടികൾക്കൊക്കെ നിങ്ങളുടെ കോണ്ടന്റ് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞല്ലോ, ചെയ്യുന്നത് തന്നെ. ഇപ്പൊ വീട്ടിലുള്ള 2 പേര് ഇത് കണ്ടിട്ട് എന്തെങ്കിലും കമന്റ് നിങ്ങളുടെ അടുത്ത് പറയാറുണ്ടോ, ഉപ്പ അത് കൊള്ളാം എന്നുള്ള? നമ്മളെ വീട്ടിലുള്ളവരോ? എത്ര പക്ഷെ അവർക്ക് ചില സംഭവങ്ങള് അത് പോരാ അങ്ങനെയൊക്കെ പറഞ്ഞുതരും. ഒരു അത് ചെയ്തത് മോശമായി, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെയൊക്കെ പറയും ചിലപ്പോ. ആരാണ് നിങ്ങളുടെ ഏറ്റവും ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം തരുന്ന ഒരാള്? നല്ല രീതിയിൽ ക്രിസ്തംസം തരുന്ന ഞങ്ങൾ രണ്ടാള് മാത്രം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അത് രണ്ടാളെ കയ്യിലുണ്ട്. ഇതിന്റെ കയ്യിൽ 1/2 കിലോ ഉണ്ട്, ഇതിന്റെ കയ്യിൽ 1/2 കിലോ ഉണ്ട്, ഇതിന്റെ കയ്യിൽ 1 കിലോനും ഉണ്ട്. അപ്പൊ പിന്നെ ആ ഒരു പേടിയില്ല. അത് ഞങ്ങൾ രണ്ടാളുടെ കയ്യിലുണ്ട് അല്ലേ? എന്തായാലും ഷിക്കുന്റെ വീട്ടുകാരൊക്കെ പറയാറുണ്ടോ, എടാ അത് നന്നായില്ല, ഇത് നന്നായില്ല, കുറച്ചുകൂടെ നന്നാക്കാം, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അവര് നമ്മളെ കയ്യിൽ എന്താ ഉള്ളതെന്ന് അവർക്ക് അറിയാം. അവര് നമ്മളെ ചെറുപ്പം മുതലേ കാണരുത്, നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാതെ അറിയാം. പിന്നെ യൂട്യൂബിൽ കണ്ടു മടുത്തിക്കണ് നമ്മളെന്തെല്ലാം ചെയ്യുന്നുള്ളത്. യൂട്യൂബിൽ ഞങ്ങൾ ചെയ്തതിന്റെ ഒരു 1/4 ഭാഗം ഇപ്പോഴും നമ്മൾ റീൽസ് ചെയ്തിട്ടില്ല. എന്റെ ഉപ്പ ഒരു നാടക ആർട്ടിസ്റ്റാ. ഞങ്ങളെ വീഡിയോ ചിലപ്പോ ഒരു 12 മണിക്കാ രാത്രി കാണുക, രാത്രി കടന്നുറങ്ങുമ്പോ. അപ്പൊ ഞാൻ റൂമിൽ ഉറങ്ങായിരിക്കും, ഒരു ഒച്ച മാത്രം ഇങ്ങനെ കേക്കാം. ഇതെന്താ അറിയില്ല, നോക്കുമ്പോ ഇത് കാണണേ, ഞങ്ങളെ വീട്ടിട്ട് ചിരിക്കാണ്. അപ്പൊ പറയൊന്നുമില്ല, ചിരിക്കും. അപ്പൊ ഇഷ്ടായിട്ടാണ് ആണതല്ലേ? അടിപൊളി. ഇപ്പം സിനിമയിൽ കയറാനാണ് നിങ്ങളുടെ ഒരു ബിഗ് ടൈം ആഗ്രഹം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നടക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. എന്തായാലും ഇപ്പൊ ഒരുപാട് സിനിമകൾ നിങ്ങളെ ഐ തിങ്ക് നിങ്ങൾ കാണാറുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ക്യാരക്ടർ കണ്ടിട്ട് ഇങ്ങനെ ഒരു വേഷം എനിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഏത് സിനിമയിലെ ഏത് നടൻ അഭിനയിച്ച ഏത് വേഷമായിരുന്നു? വാഴ. മകനും തന്തി എന്നുള്ള ഒരു 5 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അതിലൊരു ഉപ്പി മോനുണ്ട്. നമ്മള് പെട്ടെന്ന് പറയുകയാണെങ്കിൽ അതാ ഏറ്റവും നല്ലത്. അതിലൊരു ഗൾഫിക്ക് പോവാത്ത ഒരു മോനുണ്ട്. ആ മോന് ഇവനും
അതിന്റെ വാപ്പ ഞാനും കൂടെ ആണെങ്കിൽ ജോമോൻ ചെയ്ത ഇത് യെസ് അതെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നന്നായിരുന്നു നിങ്ങൾ പറയും. ഞങ്ങൾ തന്നെ തമ്മിൽ അഭിപ്രായം പറയും, വേറെ ആരോടും പറയാൻ പറ്റില്ല. പറ്റില്ല. അതെ അതെ, അത് കോമഡിയും അതുപോലെ തന്നെ അങ്ങനെ മീറ്റർ വന്നിട്ട് അഭിനയിച്ച സാഫോയൊക്കെ നമ്മളെ ഫ്രണ്ടാണ്. ഓ സാഫോയിലൊക്കെ ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആക്ച്വലി മലപ്പുറത്തുള്ള ആൾക്കാർ ഭയങ്കര ടാലന്റഡ് ആട്ടോ. ഇപ്പൊ ഇന്നലെ നമ്മൾ സലീമിക്കനെ മീറ്റ് ചെയ്തു, നമ്മുടെ റിഷൻ കെ ഉണ്ട്, സാഫ് ബോയ് ഉണ്ട്, ഇല്ലേ? എന്നെ മലപ്പുറത്ത് നിന്നുള്ള വേറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരൊക്കെയാ? ലാല മലപ്പുറം. ഓ നിങ്ങളുടെ മുമ്പിലല്ലേ ഞാൻ ഇരിക്കുന്നത്. ലാല മലപ്പുറം ഉണ്ട്, നമ്മളെ ആദ്യം ഉണ്ടായിരുന്ന ഫാറൂഖ് മുനീറുണ്ട്. അതെ, ബാവ മലപ്പുറം. അപ്പൊ നിങ്ങൾ എല്ലാരും ഒരു ബെൽറ്റ് ആണ് അല്ലേ? ഇവിടെ ഫുൾ ടാലന്റഡ് ബോയ്സ് ഇൻ മലപ്പുറം. ഇത് ഒറ്റ പേരില് ബ്രാൻഡ് ചെയ്യാൻ കാര്യം എന്താ ഇക്ക? ലാല മലപ്പുറം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഷിക്കു ഉണ്ട്, നിങ്ങളൊക്കെ രണ്ടുപേർക്കും ചേർത്തിട്ട് ഒരു പേര് മേ ബി ഇടായിരുന്നു. ഇവൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മള് അക്കൗണ്ട് റീച്ച് ആക്കി ഇട്ടിട്ടുണ്ട്. എനിക്കൊരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു, എനിക്ക് അക്കൗണ്ട് ഉണ്ടെന്നുള്ളൂ. 2000 വന്നപ്പോ 2000 ഫോളോവേഴ്സ് ഉണ്ട്. അങ്ങനെ ഞാൻ ടാഗ് ചെയ്ത് കൊളാബ് ചെയ്ത് അങ്ങനെ കേറ്റി. ഇപ്പൊ പിന്നെ വരെ ആൾക്കാർ അറിയാൻ തുടങ്ങിയാലോ. അപ്പൊ ഒരു 370K ഫോളോവേഴ്സ് ആയി. ഞാൻ കണ്ടിരുന്നു ഇൻസ്റ്റഗ്രാമില്. പുറത്തൊക്കെ ഇറങ്ങുമ്പോഴുള്ള ഒരു പെട്ടെന്നുള്ള ഒരു അടിപൊളി ഫാൻ എൻകൗണ്ടർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ആരെങ്കിലും വന്ന് മിണ്ടിയതോ? ഒരു ഉമ്മ സ്കൂളിൽ പോയപ്പോ ഇന്നലെ അപ്പൊ ഫ്രഷ് കഥയാണ് കേൾക്കാൻ. ഒരു സ്കൂളില് പോയി, നല്ല പ്രായമുള്ള ഒരാളാണ്, അതില് ഇങ്ങനെ വന്നിട്ട് പോയേ കുഞ്ഞാപ്പോ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. നടക്കാനൊന്നും വയ്യ. അതിൽ ചെന്ന് ഫസ്റ്റ് എന്നോട് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാ മല അതിനെങ്ങനെ തല്ലണു, അതിനെന്തിനാ തല്ലണു ചോദിക്കുന്നു. എന്തിനാ മല അതിനെങ്ങനെ തല്ലണു, പറ്റായിക്കോടാ അത്. അങ്ങനെ പറഞ്ഞു ഞങ്ങളോട്. അതിന് ഞങ്ങള് കുഞ്ഞാപ്പോ നമ്മൾ പോയി നോക്കാന്ന് എടുത്ത് ബനി കൂടെ വലിച്ചു വരുത്തിയത്. അതിന് അന്ന് ഫസ്റ്റ് എന്നോട് ചോദിച്ച സംഭവം കൊടുത്തോളോന്ന്. അപ്പൊ അത്ര പ്രായമായ ആൾക്കാർ വരെ എല്ലാതും നമ്മള് കാണുന്നുണ്ടോ പറഞ്ഞു. എല്ലാ വീഡിയോസും ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതുവരെ ഈ സാധനം ക്യാച്ച് ചെയ്ത് അതൊക്കെ വെറും. എന്നിട്ട് പറയാം, ഞാൻ ഒരാളെ വീഡിയോസും കാണലില്ല, ഞാൻ നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ സാധനം എനിക്ക് കാണിച്ചു തരാൻ തുടങ്ങിയത്, കുട്ടികൾ കാണിച്ചു തരാൻ തുടങ്ങി. അതിന് ശേഷം ഞാൻ ഓരോ വന്നിക്കണോ ചോദിക്കും, വൈകുന്നേരം ആയാലും അത് കാണുന്നുണ്ട്, വേറൊന്നും കാണില്ല കേട്ടോ. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് കൂടി നിങ്ങൾക്ക് ഉണ്ട് ഇതല്ലേ? അതേ പറഞ്ഞത് LKG മുതൽ 80 വയസ്സായ ആൾക്കാർ വരെ നമ്മളെ ഫാൻസായി മാറി. ഞങ്ങള് അത് ഉണ്ടാക്കിയതല്ല, അത് ഉണ്ടായതാണ്. നമ്മളത് അവര് അഹങ്കാരത്തോട് കൂടി പറയല്ല, ഞങ്ങൾ ആ സപ്പോർട്ട് എന്നും തരട്ടെ. പിന്നെ എന്താ പറയുക, നമ്മളെ ഇഷ്ടപ്പെടുന്ന അത്രയും കുടുംബക്കാരുണ്ടാകുമ്പോ ഞങ്ങൾക്ക് അത്രയും വലിയ സന്തോഷമാണ്. ഓ എവിടെ പോയാലും, എവിടെ ഒരു വീട്ടിൽ ചെന്ന് നമ്മളിപ്പോ വീട് കയറി, അതെ, നമ്മൾ ഓരോരുത്തരുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ആ പരസ്യം ചെയ്യണ ഓണറിന്റെ വീടായിരിക്കും, അല്ലെങ്കിൽ ആ വീട് ഞങ്ങൾക്ക് സാറ്റിസ്ഫൈസ്, അല്ലെങ്കിൽ അപ്പുറത്തെ ഏതെങ്കിലും ഒരു വീട് നോക്കും, ചെറിയ വീടോ വലിയ വീടോ. അപ്പൊ ആ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കുടുംബങ്ങൾ മൊത്തം നമ്മളെന്തായി കാണും, സ്വന്തമായിട്ട് ഒരു കുടുംബമായിട്ടാ കാണാം. ഇപ്പൊ ഒരു വീഡിയോ എടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിറയെ ആളുണ്ട്. കാണാനായിട്ട് വീഡിയോ എടുക്കാൻ നടക്കൂല ഇപ്പൊ. കൊറേ കാലം അവരുടെ കൂടെ ജീവിച്ച പോലെ വരും. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടി, അവിടുന്ന് ആൾക്കാർ മാറ്റേണ്ടി വരും. അപ്പൊ നാളെ ഒരു കാർണിവലിന്റെ ഷൂട്ടിനെ പോയിട്ട് നല്ല ബുദ്ധിമുട്ടി ഉണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, ഇപ്പം ഇന്റർവ്യൂല് ഇവര് രണ്ടുപേരും ഭയങ്കര ടിപ്പ് ടോപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ കുഞ്ഞാപ്പു, അതായത് ഷിക്കു എന്തായാലും ഒരു യങ് ബോയ് ആയിട്ട് തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ കരിമിക്കാരെ നോക്കുകയാണെങ്കിൽ കോയൊക്കെ നല്ല പ്രായമുള്ള ഒരാളാ. പക്ഷെ നിങ്ങൾ എന്ത് യങ് മനുഷ്യനാണ്. അപ്പൊ അതിലൊരു വിഷമമുണ്ടോ, ഞാനൊരു അമ്മാവനായോ ക്യാരക്ടർ ആയാലും അങ്ങനെ സന്തോഷമുള്ള. ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെ ഇഷ്ടപ്പെടുന്ന വേഷം അതാണ്. ജനങ്ങൾക്ക് പോയേ വേണ്ടത്. ചില കുട്ടികൾ ഇങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ അടുത്തേക്ക് വരുമ്പോ ഇങ്ങനെ കാട്ടും, അത് ഈ പോയല്ല എന്നുള്ള ആ ഒരു ഇതില് കാണിക്കുക. അപ്പൊ അവർക്ക് അത് അതല്ല, തൊപ്പിട്ട് കാണും നിരപ്പിച്ച് തന്നാ ഓക്കെ, നമ്മുടെ കോയൊക്കെയാണ് എന്നുള്ള പോലെ അല്ലേ? ആ ഒരു കോയാണ് എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ കുഞ്ഞാപ്പൂന മറ്റേ മുടിക്കെട്ടിനും ഒക്കെ ഫാൻസ് ഉണ്ടാവില്ലേ? ഇങ്ങനെ കുടുംബമായിട്ട് അങ്ങനെ പോണം. ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ടോ? മെസ്സേജ് അയക്കാറുണ്ടോ? ഇൻസ്റ്റയിൽ ഒരുപാട് മെസ്സേജ് വരും, പക്ഷെ ഞാൻ നോക്കൂല, അതിനുള്ള ഒരു ടൈമില്ല. നോക്കുകയാണെങ്കിൽ വേഗം കണ്ടന്റ് വല്ലതും ഈ പുതിയ വരുന്ന സാധനങ്ങൾ ഉണ്ടോ നോക്കുക. അപ്പൊ ഈ ഉണ്ണിക്കണ്ണന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, നനച്ച വണ്ടി, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ നോക്കുക. ഈ തഗ്ഗായിട്ടുള്ള സാധനങ്ങളൊക്കെ അത് വേഗം കിട്ടുകയാണെങ്കിൽ നേരെ ഫോർവേഡ് ചെയ്യും.
അപ്പൊ അതിനെ base ബേസ് ചെയ്യല്ല, ഐ മീൻ അത് ഏതേലും ഇതില് അങ്ങനത്തെ ഇത് കയറ്റാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കയറ്റാൻ നോക്കി. അറിയാത്ത പോലത്തില് ഇല്ലാത്ത പോലത്തിൽ ചെയ്യാൻ പറ്റും. ഒബ്സർവേഷൻ ആണ് മെയിൻ സാധനം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് എന്തായാലും ഇത്ര നേരം. അതൊരു നിലയിലെത്താം, പിന്നെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ആവും. കാണാൻ കിട്ടും ഒരേ കോമഡികൾ. കേട്ടില്ല പറയ്. അല്ല അതൊരു നിലയിലെത്തുക, ആ അതിനുശേഷമാണല്ലോ ഈ ഗേൾ ഫ്രണ്ട്സും സെറ്റ് ആക്കുന്നത്. ഓ എന്തോ പടിപ്പുരയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് വല്ലാത്തൊരു മണം എനിക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. ഒന്നാമത് ഇപ്പൊ മേൽവിലാസം ഉണ്ടാക്കാന്നുള്ള ഒരു ഒറ്റ നീയത്തുള്ളൂ. ആ ഒരു വീട് മൂപ്പര് പറഞ്ഞെന്നാണ് അത്. നീ ഇതിൽ വന്നു കഴിഞ്ഞാൽ നീ ഇതിന്ന് എന്തുണ്ടാക്കിയെന്ന് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മേൽവിലാസം ഉണ്ടാക്കി എന്ന് പറയാന്നുള്ളത് സോഷ്യൽ മീഡിയ ഇതിന് വാലിഡിറ്റി ഇല്ല. ഇത് എത്ര കാലം നമ്മൾ നിങ്ങളെ കുഞ്ഞാപ്പോയിലും കോയക്കാരും. എനിക്ക് 2 സ്വപ്നേ ഉള്ളൂ, ഒന്നും പറയാൻ പറ്റില്ല. ഒന്ന് വീട്, പിന്നെ ഒന്ന് സിനിമ. അതിൽ ആ വീടിന്റെ കാര്യങ്ങളാണ് കൊച്ചിയായ മൂപ്പര് എനിക്ക് ചെയ്തു തരുന്നത്. അതിപ്പോ സെറ്റായി നടക്കും. അതിന്റെ കാരണം കൊണ്ട് തന്നെയാണ് ഒരു സിനിമയ്ക്ക് എത്താൻ പോകുന്നത്. ആ ഒരു സ്ക്രീനിൽ നിങ്ങൾ ആ ഒരു വാപ്പ മകൻ ബോണ്ടാണെങ്കിൽ ശരിക്കും റിയൽ ലൈഫിൽ ഒരു ചേട്ടൻ അല്ലേ, മൂത്ത ചേട്ടനോടുള്ള ഒരു സ്നേഹം തന്നെയാണ് ഷിക്കുവിന് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഷിക്കുവിന്റെ അടുത്ത് നേരെ ഇരുന്ന് സംസാരിക്കുമ്പോഴേ എനിക്കത് ആ കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ട്. കണ്ണിലല്ല, ചില നേരത്തെ പൊട്ടിക്കാൻ തോന്നുന്നു. അല്ല ഞാൻ ഒരു കാരണമല്ലോ അല്ലെങ്കിൽ ജ്യേഷ്ഠം എന്നുള്ള നിലയിൽ തന്നെ ഓനിട്ട് പെരുമാറും. അവന്റെ എന്തെങ്കിലും അതിനോട്ട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല പറയുന്നു, സന്തോഷവും നല്ല പറയും. അപ്പൊ ഒരു ദിവസം കരഞ്ഞു. അത് ഒച്ചണ്ടാക്കി കാറിന്റെ ഉള്ളിൽ എന്തൊക്കെയോന്ന് പറഞ്ഞേ, എന്താ ഫോൺ വിളിക്കുന്നു, വേറെ ആരോ ഫോൺ വിളിച്ചോണ്ട് നിൽക്കണ ഇടയിൽ ഞാൻ ഒച്ചയും വള ഇക്കേ നേരം കുസൃതിയാ ഒച്ചയും വള ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇരിക്കുള്ളൂ. ഇത് വിളിച്ചോണ്ട് നിൽക്കണ നേരത്ത് മുണ്ടല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മുണ്ടാന്നില്ല, പിന്നെ ഒച്ചട മുടലാന്ന് പറഞ്ഞു ചീറി അതിന്റെ ചെവിയെ കൊട്ടി ഇങ്ങനെ വെള്ളം വന്നു. അത്ര ഒരു ലൈറ്റ് ഹാർട്ടഡ് ആണല്ലേ ആള്. ആളത്ര ലൈറ്റ്, പക്ഷെ ഇങ്ങനെ കടുകിട്ട പോലെയാണ്. ഇങ്ങനെ പൊട്ടി കളിച്ചു കൊടുക്കും. വണ്ടിയിലൊക്കെ വെറുതെ നമ്മൾ എവിടെയെങ്കിലും പോവാണെങ്കിലൊക്കെ നമ്മളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇളക്കല്ലാത്ത സാധനമാണ്. പാട്ടൊക്കെ ഡാൻസ് കളിക്കും വണ്ടി തന്നെ. അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് അതല്ലേ. ഓക്കെ, ഇപ്പം ഇത്ര നേരം നിങ്ങളടുത്ത് സംസാരിച്ചിരുന്നു. നിങ്ങൾ റീൽസ് ചെയ്യണ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, പെട്ടെന്ന് ഒബ്സർവ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നൊക്കെ നമുക്കറിയാം. ഇനി പ്രേക്ഷകർക്ക് അറിയാത്ത നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഹിഡൻ ടാലന്റ് ഉണ്ടോ? ഡിഡൻ ടാലന്റ് എന്താ നമുക്കുള്ളത്? ഡിഡൻ ആർക്കും അറിയാത്ത ഒരു പാട്ട് പാടും, അതിപ്പോ എല്ലാവർക്കും അറിയിപ്പോ. നമ്മൾക്ക് അങ്ങനത്തെ ടാലന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കൊണ്ടുപോലേ വീഡിയോയില്. നമ്മളത് അങ്ങനെ അറിയാത്ത പാട്ട് പാടും. ഞാൻ ചെറുതായിട്ട് മിമിക്രി ഒക്കെ ചെയ്യും. ഇപ്പൊ മിമിക്രി ചെയ്യലുണ്ട്, പിന്നെ ഡാൻസ് ചെയ്യലുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ മിമിക്രി എന്തൊക്കെ ചെയ്യുക? മിമിക്രി എന്തിനൊക്കെ ചെയ്യും? ഞാന് കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ പണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ഈ സിനിമ കയറാനായി ഈ ദിലീപ് ഏട്ടനും അതുപോലെ മണിച്ചേട്ടനൊക്കെ മിമിക്രിയിലൂടെയാണല്ലോ സിനിമ. അപ്പൊ ആ വഴി ഒന്ന് നോക്കി ഞാൻ. അയ്യോടാ, ഓക്കെ. ഒന്നും കാണിക്കാം നമ്മൾ ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ. നമുക്ക് പപ്പുചേട്ടന്റെ ആണ് കഴിഞ്ഞ ഇന്റർവ്യൂല് നമ്മൾ കൊടുത്തത് മണിച്ചിത്രത്താഴില്. കഴിഞ്ഞ ഇന്റർവ്യൂ അതിന്റെ ഒരു സെന്റിമെന്റ് മമ്മൂക്കാന്റെ കൂടെ ഇരുന്ന് പപ്പുചേട്ടൻ ഡയലോഗ് പറഞ്ഞു, ഇരുപുറം 2 ആളുകൾ വന്നിട്ട് എൻ്റെ 2 കൈയും ചവിട്ടിയോണ്ട് പിടിക്കും, പിന്നെ ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട് നെഞ്ചിനാ പ്രയോഗം, ദാ ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് കിറാന്ന് വാരിലൊടിയുന്ന ശബ്ദം. 1 2 മാഷേ, 9 ചവിട്ടി ഒടിച്ചത് 9 അടിയും ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല മാഷേ. പക്ഷേ ഇയാളുടെ ചോദ്യം കേട്ടപ്പോൾ അറിയാതെ എൻ്റെ 2 കണ്ണും നിറഞ്ഞുപോയി. സൂപ്പർ. ദിലീപേണ്ണ ചെയ്യോ? വേറെ ആരൊക്കെ എപ്പോഴും ഇങ്ങനെ ചെയ്ത് കേട്ടിട്ടുള്ളത്? പിന്നെ നമ്മളെ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ സിനിമ, ബിജു ഇല്ലേ, അതിലുള്ള 2 സ്ത്രീകളുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ. കനകാംബരൻ ഞങ്ങളിൽ വരുത്താരനാണ് സാറേ. അവനെപ്പം നോക്കിയാലും കുളിക്കണം. കുളിക്കുമ്പോൾ തുണിമണി ഇല്ലാതാണ് സാറേ കുളിക്കാറ്. തുണിമണി ഇല്ലെങ്കിൽ അങ്ങോട്ട് നോക്കാതിരുന്ന പോരെ? നോക്കാതിരുന്ന ശൂഷു എന്ന് വിളിക്കൂ സാറേ. ശൂഷു എന്ന് വിളിച്ചാൽ നോക്കിപ്പോയില്ല. അവന് കാണാൻ എങ്ങനെയാണ്? കാണാനും പൊക്കം കുറഞ്ഞ് കറുത്തിരുണ്ടൊരു മാക്കാച്ചി തലേനെ പോലെ അല്ലടി. ആ ഒരു മാക്കാച്ചി തലേനെ പോലെ ഇരിക്കണവനാണ് സാറേ. സാറിന്റെ പേര് മിനി എന്നല്ലേ? പെണ്ണുങ്ങളെ പേരാണല്ലോ സാറേ. ഒന്ന് പോ സാറേ.
അടിപൊളി. അയ്യോ, ഭയങ്കര ടാലന്റഡ് ആണ് കേട്ടോ. അതല്ലേ ഞാൻ പറഞ്ഞത്. അതെ അതെ അതെ. അപ്പൊ ഇവന്റെ അടുത്ത് എന്തുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാനാണ് ക്യാച്ച് ചെയ്തത്. കുറെ ആൾക്കാർ അവനെ കൊണ്ടുവരുന്നു, പക്ഷെ ഓരോ എന്ത് ചെയ്യണം എന്നറിയില്ല അവന്. എന്തായാലും ആ കഴിവ് വേണ്ട രീതിയിൽ പുറത്തെടുത്ത് ഞങ്ങളെ എന്റർടൈൻ ചെയ്യിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ സൈഡിൽ വെച്ചിട്ട് പ്രേക്ഷകരെ ഇങ്ങനെ എന്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയിപ്പോ ഷിക്കു കല്യാണമൊക്കെ ഇനി എത്ര പേരെ വിളിച്ചാലാണ് ഇത്ര വലിയ സ്റ്റാർ ആയിട്ട്? ആരും വിളിക്കൂല, അങ്ങനൊന്നല്ല, ആരും ഇല്ലാത്തൊരു കല്യാണം. അതിന്റെ ഈ സ്വപ്നങ്ങൾ നിറവേറണം അല്ലേ? അപ്പൊ ഷിക്കുന്റെ 2 വലിയ സ്വപ്നം പറഞ്ഞു. ഒന്ന് സിനിമാ നടനാകാ, പിന്നെ ഒരു വീട് വെക്കാം. ഇക്കാൻ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? സ്വപ്നം ഒരു എന്തായാലും എല്ലാരും ഈ റീൽസ് ചെയ്യണവരെയും അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്യണവരൊക്കെ ഫൈനല് സിനിമയ്ക്ക്, സിനിമ തന്നെയാണ് ഏറ്റവും വലിയ സ്വപ്നം അല്ലേ? അപ്പം എന്തായാലും സിനിമയിൽ ഒരു വട്ടെങ്കിലും ഒരു നല്ല, അത് എങ്ങനെയാണോ, ഒരു മോശം പടത്തിൽ ത്രൂ ഔട്ട് ക്യാരക്ടർ അല്ല, ഒരു നല്ല പടത്തിൽ ചെറിയൊരു ഭാഗം കിട്ടാം, ആയാലും മതി അല്ലേ? അങ്ങനെ ആയാലും മതി. ഒരു വട്ടം നല്ലൊരു ഒരു സ്ക്രീനിൽ നല്ലൊരു ഇതിൽ കാണണം. അതെ, ഈ മൊബൈൽ സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്കുള്ള യാത്ര അത് വളരെ ചുരുക്കം പെട്ടെന്ന് സംഭവിക്കട്ടെ അല്ലേ? ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം എന്ന് നമ്മൾ പറയണ പോലെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യാണ്. എന്നാലും പഠിച്ചോൻ്റെ എല്ലാ അനുഗ്രഹവും 2 പേർക്കും എപ്പോഴും ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.